ആലപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. ഓമനപ്പുഴയിലാണ് സംഭവം. 28-കാരി ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ അച്ഛൻ ജിസ്മോൻ എന്ന ഫ്രാൻസിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴുത്തിൽ തോർത്ത് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് കൊലപാതകം നടന്നത്. ആത്മഹത്യ എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ മരണത്തിൽ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് ജോസിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പിതാവ് കുറ്റം സമ്മതിച്ചത്. കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, സ്വകാര്യ ഭാഗം മുറിച്ചുമാറ്റി. ഖലീലാബാദ് കോട്വാലി പ്രദേശത്തെ ജംഗിൾ കാലയിൽ താമസിക്കുന്ന വികാസ് നിഷാദ് എന്ന 19-കാരനാണ് ദുരനുഭവം ഉണ്ടായത്. 6 വർഷമായി പ്രണയത്തിലായിരുന്ന യുവതി വികാസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കാമുകിയെ കാണാനെത്തിയ യുവാവ് അയൽവാസിയായ മുഷാര ഗ്രാമത്തിൽ നിന്നുള്ളതായിരുന്നു. ഇയാൾ കാമുകിയുടെ വീട്ടിൽ 6 മണിക്കൂറിലധികം ചിലവഴിച്ചു. ഒടുവിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും ഇതിനു പിന്നാലെ യുവതി വികാസിന്റെ സ്വകാര്യ ഭാഗം ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കുകയുമായിരുന്നു. അനാഥ മന്ദിരത്തിൽ വിവാഹിതയായ പെൺകുട്ടി പ്രസവിച്ചു. പ്രായപൂർത്തിയാകാത്തതിൽ പോക്സോ കേസ്. അടൂരിലെ അനാഥാലയത്തിലാണ് പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായത്. അനാഥ മന്ദിരത്തിലെ നടത്തിപ്പുകാരിലൊരാൾ ഈ അന്തേവാസിയെ വിവാഹം ചെയ്തിരുന്നു. ഇവർക്ക് കുഞ്ഞ് ജനിച്ചതോടെയാണ് പരാതി ഉയർന്നത്. ഗർഭധാരണം നടന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപേയാണെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ കണ്ടെത്തൽ. 2024 ഒക്ടോബർ 23-നായിരുന്നു യുവതിയുടെ വിവാഹം. കഴിഞ്ഞ ജൂൺ 2-നാണ് പ്രസവിച്ചത്. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. പതിനാറുകാരനെ ആഡംബര ഹോട്ടലുകളിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപക അറസ്റ്റിൽ. സൗത്ത് മുംബൈയിലെ ആഡംബര ഹോട്ടലുകളിൽ എത്തിച്ചാണ് +1 വിദ്യാർത്ഥിയെ അധ്യാപിക നിരന്തരമായി പീഡിപ്പിച്ചത്. 40-കാരിയായ ഇവർ വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ഇവർ വിദ്യാർത്ഥിയോട് ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തി. 16-കാരൻ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും കൂട്ടുകാരി വഴിബന്ധത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥിക്ക് മദ്യം നൽകിയാണ് ഇവർ പീഡിപ്പിച്ചിരുന്നത്. വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ നൽകിയതായും കണ്ടെത്തി. ഒരു തവണ ഇവർ കാറിൽ വെച്ചും കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥിയെ വരുതിയിലാക്കാൻ അധ്യാപികയെ സഹായിച്ച പെൺ സുഹൃത്തും പിടിയിലായിട്ടുണ്ട്. കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ ചോദ്യം ചെയ്തതോടെയാണ് വിവരം പുറത്തറിയുന്നത്. പിന്നാലെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു.